ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ കോടതി. അത് കൃത്യമായും ഇന്ത്യക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിച്ചിട്ടുള്ള, അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ കാരണമാകുന്ന അവർക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയെന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള അപേക്ഷ അത് ഇന്ത്യക്ക് കൈമാറും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ മുഹമ്മദ് യൂനുസ് നിലവിലെ പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുകയാണ്. അവാമി ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന അവരെ കൃത്യമായി വധശിക്ഷയ്ക്ക് വിധേയപ്പെടാൻ കാരണമായത് അവർ 1300ഓളം വരുന്ന വിദ്യാർത്ഥികളെ കൊല്ലാൻ ഉത്തരവിട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കാരണങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. ബംഗ്ലാദേശിലെ സർവ്വമുക്കിലും മൂലയിലും ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ, അതായത് സ്ക്രീൻ വെച്ചുകൊണ്ടാണ് കോടതി വിധിയെക്കുറിച്ച്, അതായത് ഇവർക്കെതിരെയുള്ള വധശിക്ഷാ വിധിയെ വായിച്ച് കേൾപ്പിക്കുന്ന സുപ്രീം കോടതി ജഡ്ജ് ഇതിനെക്കുറിച്ച്, ചീഫ് ജസ്റ്റിസ് ഇതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം വായിച്ച് കേൾപ്പിച്ചിരുന്നു. അത് എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്തിരുന്നു. നമുക്കറിയാം, ബംഗ്ലാദേശിൽ അവാമി ലീഗ് പലതവണ അധികാരത്തിൽ വരുമ്പോഴും ഏറ്റവും ചെറിയ ശതമാനം മാത്രമാണ് പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 9% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലായിരുന്നില്ല എന്നും അടിച്ചമർത്തിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ടുള്ള രീതിയായിരുന്നു എന്നും തീവ്ര വലതുപക്ഷ നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നും അവരെ പോലൊരു വ്യക്തി ഏകാധിപത്യം മാത്രമാണ് കാത്തു സൂക്ഷിച്ചതെന്നും ആണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ഭരണകൂടവും പറയുന്നത്. അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നും ഇതിനെ ചൊല്ലി ഏതറ്റം വരെയും തങ്ങൾ പോകുമെന്നും അന്താരാഷ്ട്ര കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും അവാമി ലീഗും ആ പാർട്ടിയെ പിരിച്ചുവിട്ടിരിക്കുന്നു. ആ പാർട്ടിക്ക് ഇനി അവിടെ മത്സരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്നും ജനങ്ങളത് ആട്ടിപ്പായിച്ച ഒരു കാര്യമാണെന്നും ആണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മോദി ഭരണകൂടത്തിൻ്റെ കീഴിൽ അവർ അഭയാർത്ഥിയെ പോലെ കഴിയുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പും പലരും, ബംഗ്ലാദേശിലെ എഴുത്തുകാരിയായ തസ്ലിമ നസ്രീൻ, അതുപോലെ പലരും ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അവാമി ലീഗും ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ചും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ ഉത്ഭവം നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്തു പോയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ബംഗ്ലാദേശിൽ നമുക്കറിയാം, അവിടെ വലിയ തോതിലുള്ള ജനസംഖ്യയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെയധികം തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. അടിസ്ഥാന വികസനമൊന്നും ഷെയ്ഖ് ഹസീന കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നും അവിടുത്തെ ഇപ്പോഴത്തെ ജൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അവർ നരഹത്യാ ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ പേരിൽ ജീവൻ പൊലിഞ്ഞതിന് ഉത്തരവാദി അവരാണെന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്.